എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നേരത്തെ ഷോർട്ട് ഇട്ടിരുന്നു, അതിൻ്റെ വിവരണമാണ് പറയുന്നത്. ഡൈഫിൻ ബാച്ചിയ അല്ലെങ്കിൽ ഡം കെയിൻ, അതുമല്ലെങ്കിൽ ലെപ്പേർഡ് ലില്ലി എന്നൊക്കെ നമ്മൾ പറയും. വേണേൽ പുള്ളിപ്പുലി പച്ചയും വെള്ളയും ഡോട്ടോട് കൂടിയ ചെടിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇൻഡോർ പ്ലാന്റാണ്, ബാത്റൂം പ്ലാന്റാണ്, ലിവിങ് റൂം പ്ലാന്റ്. പക്ഷേ ഇത് വിഷാംശം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ അനുസരിച്ച് വേണം നിങ്ങളത് വയ്ക്കാനായിട്ട്, വളർത്താനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല. അരേസി ഫാമിലിയാണ്. അർജൻറ്റീന, മെക്സിക്കോ, ന്യൂ വേൾഡ് ട്രോപ്പിക്കുകളിൽ ഇത് കാണപ്പെടുന്നു. ഇഷ്ടമായാൽ വാങ്ങും. ഇതും ചൈനീസ് എവർഗ്രീൻ സസ്യങ്ങളിൽപ്പെട്ടതാണ്. അഗ്ലോണിമ മനില ബ്യൂട്ടി. എല്ലായിടത്തും വളർത്തുന്നു. ഓഫീസുകളിലും വീടുകളിലും ഫ്ലാറ്റുകളിലും എല്ലാം വളർത്തുന്നുണ്ട്. ഇതിൻ്റെ ഭംഗി നോക്കൂ. ഇൻഡോറായിട്ട് വളർത്താൻ വളരെ എളുപ്പമാണ്. ഫോർമാൽഡിഹൈഡ്, ബെൻസീൻ, ശൈലീൻ തുടങ്ങിയ ഇൻഡോർ മാലിന്യ വസ്തുക്കളെയെല്ലാം നീക്കം ചെയ്യുന്നു. അതായത് എയർ പ്യൂരിഫയർ ആണ്. അസാധാരണ എയർ പ്യൂരിഫയർ എന്ന് പറയുന്നു. മിക്ക ചെടികളെ അങ്ങനെയൊക്കെ തന്നെ പറയും. അപ്പോൾ ഇതും ഒരു നല്ല ചെടിയാണ്. നിങ്ങൾക്കിഷ്ടമായാൽ വളർത്തുക. ഇതിനെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ. പേരുകളെല്ലാം ചിലപ്പോൾ വേറെ പോലെയൊക്കെ പറയുമായിരിക്കും. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഇപ്പോൾ 2 ചെടി കാണിച്ചത്, രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്തത് പറയാം കേട്ടോ. അഗ്ലോണിമ തന്നെ, സിൽവർ ക്യൂൻ, ചൈനീസ് എവർഗ്രീൻ പ്ലാന്റ് തന്നെയാണ്. നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട, അല്ലാണ്ട് തന്നെ മനസ്സിലാകും. ചെടിയോട് താല്പര്യമുള്ളവർക്കെല്ലാം മനസ്സിലാകും ഇതിൻ്റെ ഇലകളുടെ വ്യത്യാസം. ആ ഇല ഇത്തിരി നീണ്ടതൊക്കെയാണ്, മറ്റേ ഇല പോലെയല്ല. ഡിസൈനും വ്യത്യാസമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇത് വേഗം മനസ്സിലാകും. ടൈനി ലീഫാണ്. ഇനി ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ അധികം സംസാരിക്കാതെ ഈ പടങ്ങൾ മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ അതുപോലെ കാണിച്ചിട്ട് മ്യൂസിക് ഇട്ട് തരാം കേട്ടോ. ഇതിൻ്റെ ധാരാളം വെറൈറ്റികളുണ്ട്. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ അടുത്തുള്ള നഴ്സറിയിൽ അന്വേഷിച്ചാൽ അറിയാം. ഇതാ കണ്ടോ, വ്യത്യാസം കണ്ടോ? നിങ്ങൾക്കിഷ്ടമായില്ലേ? ഇനി അടുത്തതിലേക്ക് കടക്കാം നമുക്ക്. ചില സമയങ്ങളിൽ മതിഭ്രമമൊക്കെ വരും. എന്താണെന്ന് വെച്ചാൽ അവർ വേറെ പേരെല്ലാം പറയും. കളർ വ്യത്യാസം കുറച്ചേ ഉണ്ടാവുള്ളൂ. ഗ്രേ ഹൗണ്ട് എന്നൊക്കെ. വിലയും കൂടും കേട്ടോ. അതപ്പോൾ നമുക്ക് നോക്കാം. ഞാനധികം വിലയൊന്നും ഇല്ലാതെ തരാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുക. ഈ ചെടി കണ്ടിട്ടില്ലേ? ഇതും അതേ വെറൈറ്റി ഒക്കെ തന്നെ. ഡൈഫൻബക്കിയ, അഗ്ലോണിമ, വൈറ്റ് ആൻഡ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണിത്. സാധാരണ കാണുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലത്തെ ധാരാളം വെറൈറ്റി ഉണ്ട്. ഈ അരികിൽ കാണുന്ന അത് ഇത്തിരി പച്ച കൂടിയിട്ട് നടുക്ക് മാത്രം വൈറ്റായിട്ട് വരുന്നത്, അങ്ങനെയൊക്കെ നല്ല രസത്തിലുള്ളതാണ്. അതൊക്കെ ചെടികളോട് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇതെല്ലാം പറഞ്ഞിട്ട് കാര്യമുള്ള, അല്ലാത്തവർക്ക് എന്ത് കണ്ടാലും ഒന്നും മനസ്സിലാവില്ല. എന്തോ ഒരു ഇത് എന്നൊക്കെ വിചാരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയുക. ഇതും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് ആണ്. ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീട് വയ്ക്കാം. മനസ്സിനൊരു സന്തോഷമൊക്കെ കിട്ടും. കൂടാതെ ഓരോ ചെടിക്കും വാസ്തുവും മറ്റും പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. അതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം ചെയ്യുക. വാസ്തു പ്രകാരം പലതും പറയുന്നുണ്ട്. അതെല്ലാ ചെടികൾക്കും ഓരോ വിധത്തിലൊക്കെയാണ് പറയുന്നത്. മണി പ്ലാന്റിനൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, തുളസിക്ക് പറയുന്നുണ്ട്, ലക്കി പ്ലാന്റ്, അങ്ങനെ ഓരോന്നേ പറയും. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ചെടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി ഞാൻ നിർത്തട്ടെ. വേറെ വീഡിയോ ആയിട്ട് വരാം. പ്രകൃതിയുടെയോ പ്രപഞ്ചത്തിൻ്റെയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ചെടികൾ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ എനിക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ വീടും മോടി പിടിപ്പിക്കുക. നിങ്ങളുടെ വീടിന് അകത്തളം ശോഭയോടുകൂടി ഇരിക്കട്ടെ, ഐശ്വര്യത്തോടു കൂടി ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ശിവ്.